ട്രോളിയിലൊക്കെ സാധനങ്ങൾ വെച്ചാ എന്തൊക്കെ കൊണ്ടുപോണ്ട് സ്കൂളില്? ഇന്ന് ചോറും കറിയൊന്നുമില്ല, ഇന്ന് സ്നാക്സ് മാത്രം. ഉച്ച വരെ ഉള്ളൂ, ഇച്ചിരി നേരം ഉള്ളൂ. ആദ്യം ഏത് ക്ലാസ്സിലായി? ഉറക്കെ പറ, ഏത് ക്ലാസ്സിലാറ്റ? LKG പറഞ്ഞ് ഉറക്കെ പറ. LKG ആണോ? കുഞ്ഞാറ്റ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഇന്ന് 10 മണിക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വിളിച്ചെണിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിപ്പെണ്ണ ഡാ കുഞ്ഞാ, ഹലോ, സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേടാ? രാവിലെ മൊബൈൽ കാണുമ്പോ കാർട്ടൂൺ കണ്ട് കിടക്കുവാണ് ഇവിടെ. കുടുമണി അങ്ങനെ കുഞ്ഞാറ്റ് ഇന്നൊരു LKG സ്റ്റുഡൻ്റ് ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആള്. അപ്പോൾ പുതിയ ഉടുപ്പും അതുപോലെ തന്നെ ബാഗൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ ക്ലാസ് ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടിഫിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എടുക്കുന്നുണ്ട്. പിന്നെ ബാഗിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നാളെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത് സ്കൂളിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി നേരത്തെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ. അങ്ങനെ ദേ കുഞ്ഞാറ്റി ഇവിടെ സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയത്താണ് ഞങ്ങളിവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞാറ്റിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. പക്ഷേ സ്കൂളിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ ആൾ കുറച്ച് ഡൗൺ ആയിപ്പോയി കേട്ടോ. ചിരിയൊക്കെ പോയി മുഖത്തുനിന്ന്. എന്താടാ ടെൻഷനാണോടാ? മിഠായി മേടിക്കണം. അവിടെ കുറിതോട്. ഗുഡ് മോർണിംഗ് പറ. കൈ നീട്ട്. गंगा माधवी CJ गंगा माधवी ना पिടിച്ചേ. കുറച്ച് നേരം കരഞ്ഞെങ്കിലും പിന്നെ മിഠായിയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു കേട്ടോ. ഇത് കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ടാണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.